ഖദീജയുടെ ജീവിതയാത്ര, വിശ്വാസത്തിന്റെ കരുത്തിൽ ഒരു ഉമ്മയുടെ വിജയം. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് ചോദിച്ചാൽ അത് ബാങ്ക് ബാലൻസോ വലിയ ഡിഗ്രികളോ മാത്രമല്ല, മറിച്ച് പ്രതിസന്ധികളിലും പതറാതെ അള്ളാഹുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് മാന്യമായി അധ്വാനിക്കാൻ സാധിക്കുന്ന ആ മനക്കരുത്താണ്. ഖദീജ തൻ കൈവിരലിൽ നെയ്തൊരു സ്വപ്നം വിരിഞ്ഞു, കണ്ണീർ നനവുകൾ മാഞ്ഞു, കർമ്മം കനവായി മാറിയു. ദൈവത്തിൻ കരുണയാൽ തണലായി നാളുകൾ വന്നു, തുന്നിയ വസ്ത്രളിലല്ലേ ജീവിതം വർണ്ണമായി മാറി. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഖദീജ എന്ന ഒരു സാധാരണ ഉമ്മയുടെ അതിജീവനത്തിന്റെ കഥയാണ്. പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ ഖദീജ ഒരു ഗ്രാമത്തിലെ സാധാരണക്കാരിയായിരുന്നു. വലിയ വിദ്യാഭ്യാസമോ സാമ്പത്തിക ഭദ്രതയോ അവൾക്കില്ലായിരുന്നു. ഭർത്താവിന്റെ ചെറിയ വരുമാനത്തിൽ മക്കളെ വളർത്തിയും വീട്ടുജോലികൾ ചെയ്തും അവൾ ഒരു സാധാരണ വീട്ടമ്മയായി ജീവിച്ചു പോന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. അപ്രതീക്ഷിതമായി ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടു. പിന്നാലെ അസുഖങ്ങളും കൂടിയായപ്പോൾ ആ വീട് വലിയൊരു പ്രതിസന്ധിയിലായി. മക്കളുടെ വിശപ്പും മരുന്നിനുള്ള ചെലവും അവൾക്ക് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി ഉയർന്നു. നാട്ടുകാർ പലതും പറഞ്ഞു, ചിലർ ദയയോടെ നോക്കി. പക്ഷേ ആ കണ്ണുകളിലെല്ലാം ഒരു സ്ത്രീയുടെ പരിമിതികളെക്കുറിച്ചുള്ള പരിഹാസമായിരുന്നു. പഠിപ്പില്ലാത്ത ഇവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് കേൾക്കുമ്പോൾ ഖദീജയുടെ മനസ്സ് നീറി. എന്നാൽ അവൾ പരാതിപ്പെട്ടില്ല. പകരം അവൾ ഖുർആൻ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചു, റബ്ബേ, എനിക്ക് വഴികൾ കാട്ടിത്തരണേ. അള്ളാഹുവിന്റെ സഹായം തേടിയുള്ള യാത്ര. ഒരു ദിവസം നമസ്കാരത്തിന് ശേഷം അവൾ തന്റെ പഴയ തുന്നൽ യന്ത്രത്തിനടുത്ത് ഇരുന്നു. ആ തുന്നൽ യന്ത്രം അവളുടെ ഉമ്മ അവൾക്ക് കല്യാണത്തിന് നൽകിയതായിരുന്നു. അക്ഷരങ്ങളിലൂടെയല്ല, മറിച്ച് തന്റെ കൈത്തഴക്കത്തിലൂടെ അള്ളാഹു തനിക്ക് നൽകിയ കഴിവുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ അവൾ തീരുമാനിച്ചു. ആദ്യം ഒരു അയൽവാസിക്ക് ബ്ലൗസ് തുന്നിക്കൊടുത്തു. അതിൽ അവൾ തന്റെ മുഴുവൻ ശ്രദ്ധയും കൊടുത്തു. കൃത്യസമയത്ത് ഏറ്റവും വൃത്തിയായി അത് തുന്നി നൽകിയപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. ഖദീജയുടെ സത്യസന്ധതയും മര്യാദയും കേട്ടറിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ അവളെ തേടിയെത്തി. പക്ഷെ അതൊരു തുടക്കം മാത്രമായിരുന്നു. അവൾക്ക് കണക്കുകൾ കൂട്ടാനും എഴുതാനും പ്രയാസമായിരുന്നു. അപ്പോൾ അവൾ മക്കളെ അരികിലിരുത്തി അവരെ പഠിപ്പിച്ചുകൊണ്ടും താൻ തുന്നൽ ജോലി തുടർന്നുകൊണ്ടും അവൾ മുന്നോട്ടു പോയി. തിരിച്ചറിവുകൾ. യഥാർത്ഥ വിജയം എന്താണ്? നീലാകാശക്കണ്ണിൽ ചിത്രങ്ങൾ മായുന്നു, മഴയുടെ ഈണങ്ങൾ മൗനമായി കേൾക്കുന്നു, വിരൽ തുമ്പിൽ ലോകം, ഹൃദയങ്ങളകലെ, വേണം നിൻ സ്നേഹം, വേണം നിൻ സ്നേഹം. പലരും കരുതിയത് ഖദീജയുടെ വിജയം തുന്നൽ കട തുടങ്ങിയതാണ് എന്നാണ്. എന്നാൽ ഖദീജയുടെ കണ്ണിൽ അതല്ല വിജയം. വിജയമെന്നാൽ 1. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, തവക്കുൽ. ഒരു നിമിഷം പോലും തളരാതെ എന്റെ റബ്ബ് എനിക്ക് ഭക്ഷണം നൽകുമെന്ന് ഉറച്ചു വിശ്വസിച്ചതാണ് അവളുടെ ആദ്യത്തെ വിജയം. 2. അറിവിന്റെ വെളിച്ചം. ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൽ കുറവുണ്ടെങ്കിലും ജീവിതാനുഭവങ്ങളിൽ നിന്നും മക്കളെ പഠിപ്പിച്ചതിലൂടെയും അവൾ അറിവ് നേടി. വിദ്യ പഠിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്ന പ്രവാചക വചനം അവൾ മക്കൾക്ക് പകർന്നുകൊടുത്തു. 3. മക്കളിലേക്കുള്ള കൈമാറ്റം. താൻ അനുഭവിക്കേണ്ടി വന്ന വിദ്യാഭ്യാസ കുറവ് തന്റെ മക്കൾക്കുണ്ടാകരുത് എന്ന് അവൾ വാശി പിടിച്ചു. അവർ പഠിച്ചു വളർന്നപ്പോൾ അവൾ അഭിമാനത്തോടെ നോക്കി നിന്നു. അതായിരുന്നു ഒരു ഉമ്മയുടെ ഏറ്റവും വലിയ വിജയം. 4. മറ്റുള്ളവർക്ക് അത്താണിയാകാൻ. ഇന്ന് ആ ചെറിയ തുന്നൽ കേന്ദ്രത്തിൽ പാവപ്പെട്ട മറ്റു 3 സ്ത്രീകളെ കൂടി അവൾ ജോലിക്ക് നിർത്തിയിരിക്കുന്നു. തന്നെപ്പോലെ കഷ്ടപ്പെടുന്നവർക്ക് ജോലി നൽകുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണെന്ന് അവൾ വിശ്വസിക്കുന്നു. സഹോദരിമാർക്കുള്ള സന്ദേശം. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, വിദ്യാഭ്യാസം കുറവാണെന്ന് കരുതി ഒരിക്കലും ആരും തളരരുത്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചെറിയ കഴിവ് പോലും, അതൊരു തുന്നലാകാം, പാചകമാകാം, കൃഷിയാകാം, അതിനെ അള്ളാഹുവിലർപ്പിച്ച് മാന്യമായി ചെയ്യാൻ തുടങ്ങിയാൽ അള്ളാഹു അതിൽ ബറക്കത്ത് ചൊരിയും. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് തന്റെ കുടുംബത്തെ നശിപ്പിക്കാതെ അഭിമാനത്തോടെ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ പാഠം ഡിഗ്രികളല്ല, മറിച്ച് പ്രതിസന്ധികളിൽ എങ്ങനെ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാം എന്ന മാതൃകയാണ്. ഉപസംഹാരം. ഖദീജയുടെ ഈ ജീവിതം നമുക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയാൻ സാധിക്കട്ടെ. ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുക. ഇനിയും ഇത്തരം ഇസ്ലാമിക പ്രചോദനപരമായ കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. അള്ളാഹു നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.
ഖദീജ തൻ കൈവിരലിൽ നെയ്തൊരു സ്വപ്നം വിരിഞ്ഞു. കണ്ണീർ നനവുകൾ മാഞ്ഞു, കർമ്മം കനവായി മാറിയു. ദൈവത്തിൻ കരുണയാൽ തണലായി നാളുകൾ വന്നു. തുന്നിയ വസ്ത്രളിലല്ലേ ജീവിതം വർണ്ണമായി മാറിയു.